നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് കൽപ്പനയാണ്. നമുക്ക് വെറുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ വേദപുസ്തകം തരുന്നുണ്ടോ? വെറുക്കാൻ, സ്നേഹിക്കാതിരിക്കാൻ ഒരു ഓപ്ഷൻ ദൈവം തരുന്നുണ്ടോ? ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിന്തിക്കുന്നത് നമുക്കെതിരായി പറഞ്ഞവരെയാണ്, ആ വ്യക്തിയെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. പകരം കർത്താവ് പറഞ്ഞ എന്താ? ആ വ്യക്തിയെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പ്രതിഷ്ഠിക്കണം. ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമ്മൾ മറ്റുള്ളവരെയൊക്കെ നോക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിനു ബ്രദർ ഇന്ന് നമ്മളോടെല്ലാം ആവശ്യപ്പെട്ടത് ഒരു വ്യക്തിയായിരുന്നു. ആരായിരുന്നു ആ വ്യക്തി? യേശു, അല്ലേ? യേശു ക്രിസ്തു. യേശുവിനെ നോക്കുക, കർത്താവിനെ നോക്കുക. അതായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇതുവരെയും കേട്ട് അങ്കിൾ പറഞ്ഞപ്പോഴും അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്താണ്? നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. നമ്മളെ നിയമിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലേക്ക് വേണ്ടി അല്ല, ഈ ഭൂമിക്ക് വേണ്ടിയുള്ളവരല്ല. നമ്മളെ നിയമിച്ചിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. നിത്യനായ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നതെങ്കിൽ അവന് എന്താണ്? സമയം അവന് പരിമിതിയല്ല, അല്ലെ? കാലങ്ങൾ അവനൊരു പരിമിതിയല്ല. അവൻ എവിടെയും ഉണ്ട്. അവന് എല്ലാവരുടെ ഹൃദയങ്ങളെ തിരിച്ചറിയുന്നവനാണ്. അതുകൊണ്ട് ഈ ദൈവത്തെയാണ് നമ്മൾ പലപ്പോഴും പക്ഷെ ഈ ദൈവത്തെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു? മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ, നമ്മുടെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ, നമ്മുടെ ചെവി കൊണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ദൈവത്തെ അല്ല, യേശുവിനെ അല്ല, പകരം ചുറ്റും ഇരിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്യും? ഡിസ്ട്രാക്റ്റഡ് ആവുമ്പോൾ നമുക്ക് കൃത്യമായി കണക്ട് ചെയ്യാൻ പലപ്പോഴും പറ്റുന്നില്ല. ഇപ്പം നമ്മൾ അറിയാതെ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയും. നമ്മൾ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നടക്കുന്നത്? നമ്മളെങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പം നമ്മളവരെ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ജനിച്ചത് മുതലേ 1 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ നടക്കുന്നു. എങ്ങനെ നടക്കുന്നത്? കാലുകൊണ്ട് നടക്കുന്നു. കാലുള്ളത് കൊണ്ടാണ് നടക്കുന്നതെന്ന് പറയും. നമ്മൾ ആരെങ്കിലും നമ്മളെ എടുത്ത് മുന്നോട്ട് വെക്കുകയാണോ ചെയ്യുന്നത്? നടക്കുമ്പോൾ എന്നെ ആരെങ്കിലും എടുത്ത് പൊക്കി വെക്കുന്നതുകൊണ്ടാണോ ഞാൻ മുന്നോട്ട് നടക്കുന്നത്? ഞാൻ ചലിക്കുന്നുണ്ടല്ലോ. ഞാൻ ചലിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഹലോ, ചലിക്കണമെങ്കിൽ എന്ത് വേണം? ഫിസിക്സ് അറിയാന്നുള്ളൊരു പറ. ബലം വേണം, അല്ലേ? ഒരു ഫോഴ്സ് വേണം, ഇല്ലേ? ഈ മൊബൈൽ, ഇവിടെ ഇരിക്കുന്ന മൊബൈൽ മുമ്പോട്ട് ചലിക്കണമെങ്കിൽ എന്ത് വേണം? ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ബലം പ്രയോഗിച്ചാൽ മാത്രമേ ചലിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ നടക്കുമ്പോൾ ആരാണ് ബലം പ്രയോഗിക്കുന്നത്? ഞാൻ നടക്കുമ്പോൾ ആരാ ബലം പ്രയോഗിക്കുന്നത്? ദൈവമാണോ? വേറെ ആരെങ്കിലും ആണോ? ഞാൻ തന്നെയാണ്, അല്ലേ? അപ്പൊ ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ ഞാൻ ബലം എങ്ങോട്ടേക്കാണ് പ്രയോഗിക്കുന്നത്? മുമ്പോട്ട്, ശരിയല്ലേ? പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ബലം പ്രയോഗിക്കുന്നത് എങ്ങോട്ടേക്കാണെന്നറിയാമോ? നമ്മൾ ബലം പ്രയോഗിക്കുന്നത് പുറകിലേക്കാണ്. നമ്മൾ ബലം പ്രയോഗിക്കാൻ വേണ്ടി വായുവിലോ ഒന്നുമല്ല നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. നമ്മൾ ബലം പ്രയോഗിക്കുന്നത് എവിടേക്കാണ്? ഈ നിലത്താണ്, തറയിലാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്, ഇല്ലേ? നിലത്ത് നിങ്ങൾ നോക്കൂ, ഞാൻ ഇങ്ങനെ എത്രയ്ക്ക് പുറകിലേക്ക് ബലം കൊടുക്കുമോ അത്രയ്ക്ക് എനിക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റും. ഇപ്പൊ എത്രത്തോളം ഞാൻ ബലം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതിൻ്റെ വിപരീതമായിട്ട് ഒരു പ്രതിപ്രവർത്തനം എനിക്കുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ ഇത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്? ഒരു പ്രവൃത്തിക്ക് എന്തുണ്ട്? ഒരു പ്രതിപ്രവർത്തനമുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ബലം പ്രയോഗിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു പ്രതിബലം കിട്ടും. പ്രതിഫലമല്ല, പ്രതിബലം. ആ ബലം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മുമ്പോട്ട് നടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഐസക് ന്യൂട്ടൺ പറഞ്ഞാണ്. 3rd ലോ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ലോ എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. എവിടെയെല്ലാം ആപ്ലിക്കബിൾ ആണ്? ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഞാനൊരാളിന് 100 രൂപ കൊടുത്താൽ, ഇല്ലേ? അല്ലെങ്കിൽ ഒരാളെ ഒന്ന് സഹായിച്ചാൽ അതിനെന്തുണ്ടാകും? ഒരു റിയാക്ഷൻ ഉണ്ടാകും. എന്തായിരിക്കും ആ റിയാക്ഷൻ? താങ്ക് യു, ഇല്ലേ? നന്ദി പറയും. ഒരാൾ ഒരു നന്ദി പറയും. പക്ഷെ കണ്ടുകൊണ്ട് നിൽക്കുന്ന വേറൊരാൾ എന്ത് പറയും? അവൻ എന്തോ ഉള്ളിലൊരു മോട്ടീവ് വച്ചിട്ടാണിത് ചെയ്തത് എന്നായിരിക്കും ചിലപ്പോൾ വേറൊരാൾ പറയുന്നത്. വേറൊരാൾ പറയും എന്താണ്? കൊള്ളാം, അവൻ ചെയ്തത് നല്ല കാര്യമാണ്, അവനെ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിച്ചത് എന്തായിരുന്നു? എങ്ങനത്തെ ഒരു പ്രതികരണം കിട്ടണമെന്നാണ് 100 രൂപ കൊടുത്തപ്പോൾ നമ്മൾ ചിന്തിച്ചത്? ഒരു അപ്രീസിയേഷൻ ഉണ്ടാകണമെന്നാണ് നമ്മൾ ചിന്തിച്ചത്. എന്നെ നന്ദി, അപമാനിച്ചില്ലെങ്കിലും ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കരുത് എന്നാണ് നമ്മൾ ചിന്തിച്ചതെങ്കിൽ, പക്ഷെ നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും എങ്ങനെ ആയിരിക്കും? നമ്മൾ ചിന്തിക്കാത്തതുപോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും
നമ്മുടെ മുമ്പിൽ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കിവിടെ നമ്മുടെ എന്താണ്, നമ്മൾ ചെയ്യുന്ന ആക്ഷന് കിട്ടുന്ന റിയാക്ഷൻ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. ഈ റിയാക്ഷൻ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, ഇല്ലേ? നമ്മുടെ ഹൃദയത്തിലാണ് ഇത് നമുക്ക് അവൻ പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. നമ്മൾ അങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ഹൃദയത്തെയാണ് വേദനിപ്പിച്ചത്, എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. എന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടത്? ഞാൻ ചിന്തിച്ചതുപോലെ അല്ല പ്രതികരണം കിട്ടിയത്. ഞാൻ ഒരു കാര്യം ചെയ്തു, എനിക്ക് കിട്ടിയ പ്രതിഫലം ഞാൻ ചിന്തിച്ചതുപോലെ അല്ല. എൻ്റെ ഹൃദയം എന്ത് ചെയ്തു? വേദനിച്ചു. എൻ്റെ ഹൃദയത്തിൽ ഒരു നിരാശ ഉണ്ടായി. അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ പിന്നെ ഇരുന്ന് ആ വ്യക്തിയെക്കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങണം. എൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ഒരു യുദ്ധം ആരംഭിക്കുകയാണ്. ആ വ്യക്തി അറിയാതെ എൻ്റെ ഹൃദയത്തിൽ ഒരു യുദ്ധം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ വികാരങ്ങൾ കൊണ്ട് ഞാനൊരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എൻ്റെ ജീവിതം മുഴുവനും ഇങ്ങനെ വികാരങ്ങളിൽ നിറയപ്പെട്ട് ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇത് കാരണം നമുക്ക് മാനസിക സംഘർഷം ഉണ്ടാകും, പിരിമുറുക്കം ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും, ഇല്ലേ? ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ഒരു ആക്ഷനും റിയാക്ഷനുമാണ്. ഇപ്പൊ നമ്മളെല്ലാം ഇന്ന് ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ല, ഒരു ന്യൂക്ലിയസ് പോലെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടി അവരുടെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രയാസങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധത്തെയും കുറിച്ച് ആരോടും പറയാത്തത് കൊണ്ട് ഈ യുദ്ധം വർദ്ധിച്ച് വരുന്നുണ്ട്. നമ്മളൊരു വലിയ പ്രതിസന്ധിയിൽ ആകുന്നുണ്ട്. അപ്പൊ ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ്? ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ്? പലപ്പോഴും വ്യക്തികളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. ഒരു വ്യക്തി ഞാൻ ചെയ്ത ഒരു പ്രവർത്തനത്തിന് കിട്ടിയ ഒരു പ്രതിപ്രവർത്തനം തന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് മറുപടി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് സന്തോഷത്തോടെ ചിന്തിക്കുകയോ അതോ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ മോശമായിട്ടാണോ ചിന്തിക്കുക? സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കും. എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്? ആ വ്യക്തിയെ ഇന്ന് ഞാൻ കാണാതിരുന്നെങ്കിൽ, അല്ലേ? അടുത്ത ദിവസം ആ വ്യക്തി എന്നെ കാണാതിരുന്നെങ്കിൽ, ഞാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ മുമ്പിൽ വരാതിരുന്നെങ്കിൽ. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും നല്ല കാര്യങ്ങൾ ചിന്തിക്കാറില്ല. എന്നോട് മോശമായി പ്രതികരിച്ച വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും നല്ല കാര്യമല്ലായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന. അയാളെക്കുറിച്ച് നമ്മൾ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ സംഭവിച്ചാലും നമ്മൾ ഉള്ളിൽ സന്തോഷിക്കും പലപ്പോഴും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വലിയ പ്രതിസന്ധി നമ്മൾ അറിയാതെ ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു കൂട്ടുകുടുംബമോ അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ തുറന്ന് ഡിസ്കസ് ചെയ്യാനൊക്കെ നമുക്കൊരു സമയം ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ഈ പ്രശ്നം നമ്മളിൽ നിന്ന് മാറിപ്പോവായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ചുരുങ്ങി ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഇന്ന് യുദ്ധത്തിന് സമാനമാണ്. നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ ചോദ്യങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ ഒരു സംശയമായിരിക്കാം. ആ വ്യക്തി യഥാർത്ഥത്തിൽ അതൊന്നും മീൻ ചെയ്ത് കാണില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു കയ്പുണ്ട് ആ വ്യക്തിയെക്കുറിച്ച്, ഒരു നിരാശയുണ്ട് ആ വ്യക്തിയെക്കുറിച്ച്. ആ വ്യക്തി പ്രോഗ്രസ് ചെയ്യുന്നതിന് നമുക്ക് ഇഷ്ടമല്ല, ആ വ്യക്തി നശിക്കുന്നതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെങ്കിലും ചിന്തിച്ചിരിക്കും, ആ വ്യക്തി ഒന്ന് മരിച്ചാൽ പോലും കുഴപ്പമില്ല നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്താണ്? നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. ഇതിങ്ങനെ വർദ്ധിച്ച് അത് അവസാനം ഒരു ഡിപ്രഷനായിട്ട് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. നമുക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ, ഇടപെടാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇന്നത്തെ ഒരു സാഹചര്യമാണ്. അവിടെയാണ് സഭയുടെ പ്രാധാന്യം. സഭയിൽ നമ്മൾ ദൈവമക്കളായിട്ട് ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള വേദനകളും നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരവും എല്ലാം നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂടിവരവുകളാണ്. അങ്ങനെ ആകണം നമ്മുടെ കൂടിവരവുകൾ. ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടാകാം. ചിലപ്പോ വേദപുസ്തകത്തിലെ വചനത്തിന്റെ കാരണം കൊണ്ട് പോലും നമുക്കാകാം, സഭയിൽ പോലും ആകാം, നമ്മുടെ ജോലി സ്ഥലത്താകാം, നമ്മുടെ വീട്ടിലാകാം, നമ്മൾ വെറുതെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടർ നമ്മളെ കാണുന്നു, കണ്ടക്ടർ പൈസ തന്നപ്പോൾ
അയാൾ ഇടത് കൈ കൊണ്ട് തന്നാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇയാൾ എന്താടേ ബാക്കി എല്ലാവർക്കും വലത് കൈ കൊണ്ട് കൊടുത്തു, എനിക്കെന്താ ഇടത് കൈ കൊണ്ട് തിരിച്ചു തന്നെ. പെട്ടെന്ന് നമുക്ക് തോന്നും നമ്മൾ എങ്ങാണ്ട് ഒരു ഇൻഫീരിയർ ആണോ, അതുകൊണ്ടാണോ, ഞാനൊരു ചെറിയ ആളാണ്, എന്നെ ബഹുമാനിച്ചില്ലേ എന്നൊക്കെ തോന്നുന്ന ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ വെറുതെ ഒരു കാര്യം കാണിച്ചു. പക്ഷെ ഇതിൻ്റെ എല്ലാം റീസൺ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഇരുന്ന ഒരു വേദനയാണ്. അതിനു മുമ്പ് നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്ത, നമ്മുടെ മനസ്സിൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം കൊണ്ട്, വികാരം കൊണ്ട് വികാരങ്ങളെ മുറിപ്പെടുത്തിയത് കൊണ്ട്, നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്തത് കൊണ്ടാണ്, അത് നമ്മൾ റിസോൾവ് ചെയ്യാത്തത് കൊണ്ട്, അത് സോൾവ് ചെയ്യാൻ നമുക്ക് ഇടമില്ലാത്തത് കൊണ്ട് നമ്മൾ കാണുന്നിടത്തെല്ലാം ഇതിനോടൊപ്പം ആഡ് ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. നമ്മൾ എവിടെയെങ്കിലും വെച്ച് എന്ത് ചെയ്യണം, അത് ഡീൽ ചെയ്തില്ലെങ്കിൽ ഇത് വർദ്ധിച്ചു വരിക തന്നെ ചെയ്യണം. നമ്മൾ ഒരു ദിവസം, ഒരു സമയം നമ്മൾ എടുത്തിട്ട് ഇതിനെ മുഴുവനും ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഇറക്കി വെക്കാൻ, ഈ വേദനകളെ മാറ്റാൻ, നമ്മുടെ ഹൃദയങ്ങളുടെ മുറിവുകളെ ഉണക്കാൻ കർത്താവിന് ഒരു അനുവാദം കൊടുത്തുകൊണ്ട്, നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് അവന്റെ കയ്യിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് ഒരു പുതിയ ഹൃദയം നമുക്ക് ലഭ്യമാകുവാൻ തക്ക തരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ഡിപ്രഷനും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ മുഖത്തെ വാടിയ മുഖവും മാറി നമ്മൾ പ്രകാശമുള്ളവരായിട്ട് തന്നെ മാറും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കണം. നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ പല ആചാരങ്ങൾ, പല അനുഷ്ഠാനങ്ങൾ, അല്ലെ, പല വിശ്വാസങ്ങൾ, പല ദൈവങ്ങൾ, ഇതിൻ്റെ ഒക്കെ പേരിൽ നമ്മളെല്ലാം മുറിപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും നമ്മൾ പത്രം വായിക്കുമ്പോഴും ടി വി കാണുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒക്കെ പേരിൽ അന്യോന്യം മുറിപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ വെറുതെ ടി വി കാണുമ്പോഴും നമ്മൾ മുറിയുകയാണ്. ഇത് അതുകൊണ്ടാണ്, ഇത് ഞങ്ങളുടെ ആള്, ഇത് അവരുടെ ആള്, ഇത് ഞാൻ, ഇത് അവർ, ഇത് ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വിഭാഗം, അവരുടെ വിഭാഗം, ഇത് ഈ ജാതി ആ ജാതി, ഇത് അങ്ങനെ ആയതുകൊണ്ടാണ്, കറുത്തവർ വെളുത്തവർ എന്നൊക്കെ ഉള്ള ഒരു പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ബൊമ്പാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ. നമ്മൾ അതിനെല്ലാം ഡീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. നമ്മളിത് മനസ്സിലാക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും അതിൽ നിന്ന് നമുക്ക്, നാളത്തെ തലമുറയും നമുക്ക് ഇതിൽ നിന്ന്, ഈ ഒരു ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾ ആരുമായിട്ട് ഇടപെടുന്നില്ല, അവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല. അവരുടെ ഉള്ളിൽ കിട്ടുന്നത് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ഉള്ളിലേക്ക് വീഴുന്നുണ്ട്. നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ നമ്മുടെ വിഷമത്തിൽ കിടന്ന് വിഷമിക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു പോലുമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഹീലാകുക. നമുക്കൊരു സൗഖ്യമുണ്ടായാൽ നമുക്ക് മറ്റുള്ളവരെയും സൗഖ്യമാക്കുവാൻ നമുക്ക് ശക്തനായ ദൈവത്തിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. മർക്കോസ് 12:24. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ടല്ലയോ. വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. നമ്മൾ തെറ്റിപ്പോകുന്നു, പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നതിന് കാരണം എന്താ? നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ തിരുവെഴുത്ത്, വചനത്തെ നമ്മൾ കറക്റ്റായിട്ട് അറിയുന്നില്ല. പിന്നെന്തറിയുന്നില്ല? ദൈവത്തിന്റെ ശക്തിയെയും അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ തെറ്റിപ്പോകുന്നു എന്ന് പറയുന്നു. ഈ യേശു ഇത് ആരോടാ പറഞ്ഞത്? അതിന്റെ മുമ്പിലത്തെ 11-12 പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആരോടാ പറയുന്നത്? പരീശന്മാരോട്, ശാസ്ത്രിമാരോട്, സാദൂക്യരോട്, മഹാപുരോഹിതന്മാരോട്, ഈ പാർട്ടികളോടെല്ലാം ഈ 2 അധ്യായങ്ങളിലായിട്ട് പറയുകയാണ് ഈ ഒരു കാര്യം പറയുന്നത്. എന്താ? നിങ്ങൾ തെറ്റിപ്പോകുന്നതിന് കാരണം ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ശക്തിയെയും നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പരീശൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പരീശൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സെപ്പറേറ്റഡ് ആണ്, വേർതിരിക്കപ്പെട്ടവനാണ്. എന്താണ് അവരെ കുറിച്ച് പറയുന്നത്? ദൈവത്തിന്റെ വചനത്തെ കാവൽക്കാരാണ് ഞങ്ങളെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ കാവൽക്കാരാണ് പരീശൻ എന്ന് സ്വയം പറയുകയും മറ്റുള്ളവരും പറയുന്നു. ഇവര് പറയുന്നതാണ് ശരി. അന്നത്തെ കാലത്ത് ആ പാരമ്പര്യത്തിൽ അപജയം സംഭവിച്ചപ്പോ അങ്ങനെ അല്ല, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് ഈ പരീശന്മാർ. ഈ പരീശന്മാരോടാണ് കർത്താവ് പറയുന്നത്, എന്ത്? നിങ്ങൾ എന്തറിയുന്നില്ല? ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ശക്തിയെയും നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. അപ്പൊ ഇത് ഈ പറഞ്ഞത്, യേശു പറഞ്ഞത് സ്വയം ഭക്തരെന്ന് തോന്നിയ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇപ്പൊ നിങ്ങൾ എന്നെക്കുറിച്ച് വളരെ ഭക്തനായിട്ട് നമ്മൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ചാണ് യേശു പറയുന്നത്. എന്താണ്? എടേ, നിനക്ക് എന്തറിഞ്ഞൂടാ? ദൈവത്തിന്റെ വചനവും അറിഞ്ഞൂടാ, ദൈവത്തിന്റെ ശക്തിയും അറിഞ്ഞൂടാ. അതുകൊണ്ട് നീ ചെയ്യുന്നത് പലപ്പോഴും എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. നിന്റെ ഉള്ളിൽ എന്താണ് മുറിവേൽക്കുന്നതിന് കാരണം നിനക്ക് ദൈവത്തിന്റെ ശക്തിയെ അറിഞ്ഞൂടാത്തോണ്ടാണ്.
ദൈവത്തിന്റെ പാദപീഠത്തിൽ നീ ഇരിക്കാത്തതുകൊണ്ടാണ് നിന്റെ ഉള്ളിൽ ഈ ഡിപ്രഷനും ഈ വിഷമവും ബുദ്ധിമുട്ടും സങ്കടവും നിരാശയും കോപവും ക്രോധവും ഒക്കെ വരുന്നതിന് കാരണം ദൈവത്തിന്റെ ശക്തിയെ യഥാർത്ഥത്തിൽ അറിയേണ്ടതുപോലെ നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. ഇത് പരീശന്മാരോട് അന്ന് അവൻ പറഞ്ഞു. മർക്കോസ് 11 നമ്മൾ കാണുന്നത് എന്താണ്? യെരൂശലേമിലേക്കുള്ള അവന്റെ മഹത്വ പ്രവേശമാണ്. ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് അവൻ രാജാവായി കടന്നു ചെന്നപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതിന്റെ ഒടുവിൽ ഒരു വാക്യം 11:17-18 പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടതിന് എങ്ങനെ എന്ന് അന്വേഷിച്ചു. അവിടെ യേശുവിനെ കൊല്ലാൻ നോക്കി എന്നാണ് ഒരു ട്രാൻസ്ലേഷനിൽ കാണുന്നത്. യേശുവിനെ കൊല്ലാൻ നോക്കി. ആരെയാ കൊല്ലാൻ നോക്കിയേ? ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ. എന്തിനാ കൊല്ലാൻ നോക്കിയത്? ദൈവാലയത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇത് പ്രാർത്ഥനാലയമാണ്. ദൈവം ഇതിനെ ഡിസൈൻ ചെയ്തത്, ഇറ്റ് ഈസ് മെന്റ് ഫോർ പ്രയർ. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഈ ആലയത്തെ ദൈവം സൃഷ്ടിച്ചതെങ്കിൽ നിങ്ങൾ അതിനെ എന്താക്കി മാറ്റി? കള്ളന്മാരുടെയും അവരുടെയൊക്കെ ഗുഹയാക്കി മാറ്റി. ഇപ്പൊ പ്രാർത്ഥനാലയം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കെട്ടിടം ആയിരുന്നു അന്നത്തെ യെരൂശലേം ദേവാലയമെങ്കിൽ ഇന്ന് പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ മന്ദിരം നമ്മളാണ്. കർത്താവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഈ ആലയത്തെ അവൻ വിശുദ്ധീകരിച്ചത് എന്തിനു വേണ്ടി? പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്, ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ നമ്മൾ അറിയാതെ ചില ഗുഹകളിൽ കള്ളന്മാരുടെയും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലായി പോകുന്നു. ചില വേദനകളും അനാവശ്യമായ വ്യക്തികൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അനാവശ്യമായി ആവശ്യമില്ലാത്ത വ്യക്തികളെ യേശുവിന് പകരം നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിന്തിക്കുന്നത് നമുക്കെതിരായി പറഞ്ഞവരെയാണ്, ആ വ്യക്തിയെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. പകരം കർത്താവ് പറഞ്ഞ എന്താ? ആ വ്യക്തിയെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പ്രതിഷ്ഠിക്കണം. നിങ്ങളുടെ ആലയം പ്രാർത്ഥനാലയമായിട്ട് മാറണം. അവിടെ ദൈവം വസിക്കണം. അവിടെ ഇരിക്കുന്ന അല്ലാത്തത് വ്യക്തികളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. അവരെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിടണം. കർത്താവ് അത് പറഞ്ഞപ്പോ അന്നത്തെ ആൾക്കാർ എന്ത് ചെയ്തു? കൊല്ലാൻ നോക്കി. 11:27 അവർ പിന്നെയും യെരൂശലേമിൽ ചെന്നു. അവൻ ദൈവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട്? അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്തു. എന്താണ് നിന്റെ അധികാരം? നീ എന്ത് അധികാരം കൊണ്ടാണ് ഞങ്ങളോട് ഇത് പറയുന്നത്? ഈ ദൈവാലയത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ചെയ്യും. ഇത് എൻ്റെ സ്ഥലം, എൻ്റെതാണ്. ഈ ശരീരം ഇത് എൻ്റെ സ്വന്തം. ഇവിടെ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുമ്പോ നീ ആരാണ് എന്നോട് വന്ന് ചോദിക്കാൻ? നിനക്ക് എന്തധികാരം? അധികാരത്തെ ചോദ്യം ചെയ്തു. ആരാണ് ചോദ്യം ചെയ്തത്? ശാസ്ത്രിമാരും പരീശന്മാരും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ പർച്ചേസ് ചെയ്തത് ആരാണ്? യേശുവാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് നമുക്കുള്ളവരല്ല. നമ്മുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. യേശുവാണ് നമ്മുടെ ഉടയവൻ. ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ യേശുവാണെങ്കിൽ ആ യേശുവാണ് വന്ന് ചോദിക്കുന്നത്. യേശുവിനോട് നമ്മൾ ചോദിക്കരുത് നിനക്കെന്ത് അധികാരം എന്ന് ചോദിക്കരുത്. പകരം കർത്താവേ, അടിയനിതാ, നിന്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. നിനക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തി എൻ്റെ ഉള്ളിൽ ഇരിക്കരുത്. എൻ്റെ ഹൃദയം വേദനിക്കുന്നതിന് കാരണമായിട്ട് എൻ്റെ ഉള്ളിലെ പാപത്തെ നീ നീക്കിക്കളയണം. കർത്താവിനോട് നമ്മളത് പറയണം. 12:12 ഈ ഉപമ തങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞതെന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. അവനെ പിടിക്കാൻ നോക്കി. യേശു പറഞ്ഞ ഉപമ നിമിത്തം അവനെ പിടിക്കാൻ നോക്കി. ഇവർക്ക് മനസ്സിലായില്ല, കഥ മനസ്സിലായില്ല. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല. യേശു എന്തു പറഞ്ഞു? ഒരു വിരുന്നൊരുക്കി അവിടെ വസ്ത്രമില്ലാത്ത ഒരുത്തനെ കയറി വന്നു. അവൻ എന്ത് ചെയ്തു? പിടിച്ച് ഏറ്റവും ഇരുട്ടുള്ളതിൽ വിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞ ഉപമ പരീശന്മാരെ കുറിച്ചാണെന്ന്. കാരണം എന്താണ്? അവര് സെപ്പറേറ്റഡ് ആണ്, അവർ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ അവരെന്ത് ചെയ്തില്ല? അതിനനുസരിച്ച് അവരെന്ത് ചെയ്തില്ല? അവിടെ ആക്ട് ചെയ്തില്ല. അവർക്ക് സൗജന്യമായി കിട്ടുമായിരുന്ന യേശുവിനെ ധരിച്ചില്ല. അവര് പുറത്ത് തള്ളപ്പെട്ടു.
ആ തള്ളപ്പെട്ട എന്ന് പറഞ്ഞപ്പോ, ആ ഉപമ എന്നെ കുറിച്ചാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് വേദനിച്ചു, എനിക്ക് നൊന്തു. ഞാൻ അവനെ എന്ത് ചെയ്തു? പിടിക്കാൻ ശ്രമിച്ചു. ഈ പറഞ്ഞവനെ പിടിക്കാൻ ശ്രമിച്ചു. 13-17 12. അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ ഓക്കെ, മതി സിസ്റ്റർ, അത് മതി. അവനെ വാക്കിൽ കൊടുക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യാൻ പോവാണ്? എനിക്കിഷ്ടമില്ലാത്തത് എൻ്റെ ജീവിതത്തെ നോക്കി സംസാരിച്ച യേശുവിനെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? വാക്കിൽ, അവന്റെ വാക്കിൽ എന്തെങ്കിലും കിട്ടുമോ? അവനെ തിരിച്ച് അറ്റാക്ക് ചെയ്യണം. ഒന്നുകൊണ്ടും പറ്റുന്നില്ല. യേശുവിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ഒന്നുകൊണ്ടും പറ്റുന്നില്ലാത്തത് കൊണ്ട് വാക്കിൽ കൊടുക്കാൻ വേണ്ടി അവര് നോക്കി. 12-18. പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ അവന്റെ സാദൂക്യരും വന്ന അവസാനം പല ടീമുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് തിരമാല കണക്കെ അവരുടെ ഉള്ളിലേക്ക് മുമ്പിലേക്ക് വന്നിട്ട് ആരും വിജയിക്കാതെ വന്നപ്പോ സാദൂക്യരും വന്നൊരു ചോദ്യം ചോദിച്ചു. എന്താണ്? എൻ്റെ ഒരു സഹോദരന് കല്യാണം കഴിഞ്ഞു, അവൻ കുഞ്ഞുങ്ങളില്ലാതെ മരിച്ചു, അടുത്ത സഹോദരൻ ഇതിൽ ആരാകും എവിടെ നിത്യതയിലേക്ക് പോകുമ്പോ ആർക്ക് ഭാര്യയും ഭർത്താവും ആകുമെന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞ മറുപടിയാണ് 24. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല. അത് മതി. അപ്പൊ ഇവിടെ എന്താണ്? ആ പരീശന്മാർക്കും സാദൂക്യർക്കും ശാസ്ത്രിമാർക്കും മഹാപുരോഹിതന്മാർക്കും എല്ലാം അറിയാം. കഥ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, ഇതൊക്കെ അറിയാം. പക്ഷേ അതിങ്ങനെ ഒരു പുറം അറിവായി മാത്രം നിൽക്കുകയാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവ് അവരെ കൊണ്ടുപോയപ്പോൾ അതിനോടൊപ്പം അവരെന്ത് ചെയ്യില്ല? സഞ്ചരിച്ചില്ല. അപ്പം നമ്മളോടും കർത്താവ് പറയുന്നത് എന്താണ്? നമ്മൾ ഒരല്പം കൂടെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങണം. ഒരല്പം കൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. എങ്ങോട്ടേക്ക് ഇറങ്ങണം? നമ്മുടെ കണ്ണ് പുറത്തോട്ടുള്ള കണ്ണ് അടച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മളൊന്ന് നോക്കണം. നമ്മുടെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് വരണം. സാദുക്യരും പരീശരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും മറ്റുള്ളവരെ ശുശ്രൂഷിച്ച് ഞങ്ങളിവിടെ പാട്ട് പാടുമ്പോൾ, ഞങ്ങൾ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ റിയാക്ഷനാണ് കാണുന്നത്. പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ റിയാക്ഷനാണ് ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങളെ നോക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യാണ്? പലപ്പോഴും മറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ സാധിക്കുന്നില്ല. അപ്പോഴെന്ത് സംഭവിക്കും? തെറ്റ് സംഭവിക്കാം. ഞങ്ങൾക്കും തെറ്റ് സംഭവിക്കാം. ഞങ്ങൾ നോക്കേണ്ടത് എവിടേക്കാണ്? ഞങ്ങളുടെ ഉള്ളിലേക്ക്, ആഴങ്ങളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഇല്ലെങ്കിൽ ഒരു പരീശനായി മാറാൻ എനിക്കും ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങളെക്കാട്ടിലും എനിക്കാണ്. കാരണം ഞാൻ പുറമെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ചെക്ക് ചെയ്യണം, നമ്മളെ തന്നെ ശോധന ചെയ്യണം, നമ്മളെ തന്നെ സൂക്ഷിക്കണം. ഈ ആലയം പ്രാർത്ഥനാലയമാണ്. ഇത് കള്ളന്മാരുടെ ഗുഹയാക്കേണ്ടതല്ല. ഇവിടെ വസിക്കേണ്ടത് യേശുവാണ്. അതിൻ്റെ ചുമതല വേറെ ആർക്കുമല്ല, അത് എൻ്റെ ചുമതലയാണ്. 12-27. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. അപ്പൊ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നതിന് കാരണം എന്താണ്? മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമാണെന്ന് നിങ്ങൾ അറിയാത്തോണ്ടാ. നമ്മൾ നേരത്തെ പാടി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞപ്പോ കർത്താവ് അതൊക്കെ അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് എന്താണ് അവിടെ പറഞ്ഞത്? അവര് ജീവനുള്ളവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. നമ്മൾ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം? ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ശക്തിയെയും നമ്മൾ അറിയണം. എന്താ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? നോ എന്ന് നമ്മൾ എനിക്കതൊക്കെ അറിയാം അല്ലേ? എനിക്ക് നമ്മൾ എന്താ അറിഞ്ഞൂടാത്ത? വായിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ? എന്താ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ സ്ത്രീയെ അറിഞ്ഞില്ല, ഇല്ലേ? അറിയുക. ഒരു സഭ എന്താണ്? നമ്മുടെ മണവാളനെ അറിയുക. എന്താ അറിയുക? കുറച്ചും കൂടെ ഡെപ്തിലുള്ള ഒരു വാക്കാണത്, അറിയുക. നോ എന്ന് പറയുമ്പോൾ അവൻ അതുപോലെ നമ്മൾ അറിയണം. ഞാൻ കടന്നു പോകുന്ന വേദന നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ മക്കൾക്ക് ഞാൻ പോകുന്ന ജോലി സ്ഥലം അറിയാം, എവിടെയാണ് പോകുന്നതെന്ന് അറിയാം, മാസം ശമ്പളം കൊണ്ടുവരുന്ന അവർക്കറിയാം. പക്ഷെ അവിടെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കറിയാം? എൻ്റെ കൂടെയുള്ള എൻ്റെ വൈഫിനറിയാം. കാരണം എന്താ? പുള്ളിക്കാരി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്
മനസ്സിലാകും, അറിയും. രണ്ടും അറിവുകളാണ്. എൻ്റെ മകൻ അറിയാമെന്നുള്ളതും എൻ്റെ ഭാര്യയ്ക്ക് അറിയുന്നതും രണ്ടും അറിവ് തന്നെയാണ്. പക്ഷെ രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ദൈവശക്തിയെ എന്ത് ചെയ്യണം? അറിയണം. ദൈവശക്തിയെ നമ്മൾ അറിയണം. ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം, അത് അനുഭവിക്കണം. ആ ദൈവശക്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പോട്ട് പോകണം. യോഹന്നാൻ 5:39-40. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മതി. അപ്പൊ ജീവൻ പ്രാപിക്കേണ്ടതിൻ്റെ അടുത്ത് എന്ത് ജീവൻ? അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മരണം. മരണം എന്ന് പറഞ്ഞാൽ എന്താ? മരണം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വേർപെടുന്നു, അല്ലെ? വേർപാടാണ്. അപ്പൊ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടായ്മയാണ്. ഇപ്പൊ ജീവനും മരണം എന്ന് പറഞ്ഞാൽ വേർപാടും കൂട്ടായ്മയുമാണ്. നമുക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. നമുക്ക് ജീവനുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് കൂട്ടായ്മയുണ്ട്. ആരുമായിട്ട് കൂട്ടായ്മയുണ്ട്? യേശുവുമായിട്ടൊരു കൂട്ടായ്മയുണ്ട്. ദൈവശക്തിയെ എൻ്റെ കൂട്ടാണ്. അവൻ എൻ്റെ ഫ്രണ്ടാണ്. അവൻ എന്നോട് കൂടെ ഇരിക്കുന്നു. അവൻ എൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അവനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവനുമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഞാനൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ടാണ്. ഞാൻ ഒരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ടാണ്. അവൻ എൻ്റെ ഉള്ളിലിരുന്ന് അവൻ എന്നോട് വർത്തമാനം പറയുന്നുണ്ട്. അവനെ ഞാൻ അറിയുന്നുണ്ട്. ആ ദൈവശക്തി ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഒരു കൂട്ടായ്മയുണ്ട്, എന്നിൽ ജീവനുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ എന്താ? വേർപാട്. യേശുവിൽ നിന്ന് വേർപെട്ട്. യേശുവിനെ അറിയാം. യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ ഞാൻ പ്രാപിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. യേശുവിനെയാണ് ഞാൻ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്. പക്ഷേ അവനുമായിട്ട് എനിക്ക് കൂട്ടായ്മയില്ല. മരണമാണ്. ജീവൻ പ്രാപിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വരാൻ നിങ്ങൾ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ വചനത്തിൽ നിന്ന് ജീവനുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ജീവദായകന്റെ അടുത്തേക്ക് വന്ന് അവനുമായിട്ട് ചേർന്നൊരു കൂട്ടായ്മ പ്രാപിക്കാൻ നമ്മൾക്ക് തയ്യാറാണോ? നമ്മൾ അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നുണ്ടോ? വെറുപ്പുള്ളിടത്ത് മരണം വസിക്കും. കൂട്ടായ്മയുള്ളിടത്ത് ജീവനുണ്ടാകും. ദൈവ സാന്നിധ്യമുള്ളിടത്ത് ജീവനുണ്ട്. മർക്കോസ് 12:24. വീണ്ടും, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. അപ്പോൾ സ്നേഹം വസിക്കുന്നിടത്ത് ജീവനുണ്ടാകും. സ്നേഹമുള്ളതാണ് ലൈഫ്, അല്ലേ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈഫ് ഫെലോഷിപ്പ്. ജീവനുള്ള കൂട്ടായ്മ എങ്ങനെ ലഭ്യമാകും? ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു കൂട്ടായ്മയുണ്ട്. ആരുമായിട്ട്? ജീവദായകനുമായിട്ട്. ദൈവശക്തിയെ തിരിച്ചറിയുന്നവരുടെ കൂട്ടം ഒരുമിച്ച് വരുമ്പോൾ എന്തായിട്ട് മാറും? ലൈഫ് ഫെലോഷിപ്പ്, ജീവന്റെ ഒരു കൂട്ടമായിട്ട് നമ്മൾ മാറും. മർക്കോസ് 12:28-33 വരെ. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനേയുള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. ഓക്കെ, മതി. താങ്ക് യു. നമ്മളത് പറയേണ്ട ഒരു ആവശ്യമില്ല. എന്താണ് അവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന? ഏതാണ്? സ്നേഹിക്കുക. ആരൊക്കെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം, എൻ്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ സഹോദരനെ, അവനെ ഞാൻ സ്നേഹിക്കണം. അപ്പൊ സ്നേഹിക്കുക എന്ന് പറയുന്നതിന് അപ്പുറത്തായിട്ട് ഇപ്പൊ ഈ ദൈവശക്തിയെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എന്താ ഈ ദൈവശക്തി? ഇപ്പൊ ശക്തി, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നടക്കണമെങ്കിൽ എനിക്കൊരു ശക്തി വേണമെന്ന് പറഞ്ഞു, അല്ലേ? ഇപ്പൊ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ എനിക്ക് ശക്തി വേണം.
എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപ വേണം, ദൈവത്തിൻ്റെ ഒരു ശക്തീകരണം എനിക്ക് വേണം. ദൈവം സഹായിച്ചാൽ മാത്രമേ നമ്മൾ അതിലേക്ക് വരാം. പക്ഷെ ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? സ്നേഹിക്കുക എന്നത് കൽപ്പനയാണ്. നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് കൽപ്പനയാണ്. നമുക്ക് വെറുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ വേദപുസ്തകം തരുന്നുണ്ടോ? വെറുക്കാൻ, സ്നേഹിക്കാതിരിക്കാൻ ഒരു ഓപ്ഷൻ ദൈവം തരുന്നുണ്ടോ? ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? ഒരു ഓപ്ഷൻ ഉണ്ട്. വെറുക്കാൻ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ? സമ്മാനമുണ്ട്. ദുഷ്പ്രവർത്തിക്കാരൻ നിമിത്തം മുഷിയരുത്. നമ്മൾ വെറുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെറുക്കാം, പാപത്തെ വെറുക്കാം. സമ്മാനം പിന്നെ തരാം. പാപത്തെ വെറുക്കാം, പാപിയെ അതേ പറ്റുള്ളൂ. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. വെറുക്കാൻ നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ലോകത്തിലെ ഒരു മനുഷ്യനെയും വെറുക്കാൻ നമുക്ക് യാതൊരു ഓപ്ഷനില്ല. കാരണം എന്താ? കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചു. ദൈവം സ്നേഹം തന്നെ. അവനോട് കൂട്ടായ്മ ആചരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ ആലയം പ്രാർത്ഥനാലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവത്തോട് കൂട്ടായ്മ ഇല്ലെങ്കിൽ നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുകയില്ല. നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും വെറുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഒരു മനുഷ്യരെയും വെറുക്കാനുള്ള ഓപ്ഷനില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഉള്ളിൽ വെറുപ്പുള്ള വ്യക്തികൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൈവക്കാത്തത്. ഏതെങ്കിലും വ്യക്തികളെ നമ്മളറിയാതെ നമ്മുടെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ആരുടെയും കുഴപ്പമായിട്ട് ഞാൻ പറയല്ല, നമുക്കത് ഡീൽ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല, അവസരം കിട്ടുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, അത് പല റിയാക്ഷൻ കാരണം നമ്മുടെ ഉള്ളിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വെറുപ്പ് നമുക്ക് തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം നമ്മൾ എന്ത് ചെയ്യുന്നു. വി ആർ കമ്മിറ്റിംഗ് സിൻ. പാപി എന്ത് ചെയ്യില്ല? ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മൾ അറിയാതെ ഒരു പാപം ചെയ്യരുത്. ഇന്ന് ഈ പാപത്തിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിടുതൽ പ്രാപിച്ചിട്ട് ഈ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോകാവൂ. ഈ പാപത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ പ്രാപിച്ചിട്ട് പോകാമോ എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാമോ? എന്താണ് ആ പാപം? എൻ്റെ ഉള്ളിൽ ചില വ്യക്തികളോടുള്ള വെറുപ്പുണ്ട്, ചിലരോടുള്ള കയ്പുണ്ട് എൻ്റെ ഉള്ളിൽ. ഇത് പാപമാണ്, ഇത് പാടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. കാരണം എൻ്റെ ഉള്ളിൽ ജീവനാണ് വസിക്കേണ്ടത്, ജീവദായകനെയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്, ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ വ്യക്തിയെ ഞാൻ റിലീസ് ചെയ്യണം. കുറെ കൂടെ കഥ മുന്നോട്ടുണ്ട്, ഞാൻ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്കത് പിന്നെ ഡീൽ ചെയ്യാം. പക്ഷെ ഇത് ഡീൽ ചെയ്തിട്ട് പോകാം. ഇതെന്തായാലും ഒന്ന് ഡീൽ ചെയ്തിട്ട് പോകാം. നമുക്കൊന്ന് കർത്താവിൻ്റെ അടുത്ത് നമുക്കൊന്ന് പറയാം, കർത്താവിനോട് പറയാം. നമ്മുടെ ഉള്ളിൽ ഒരു പാപം ഇരിപ്പുണ്ട് കർത്താവ്, ഇതിനെ ഒന്ന് ഡീൽ ചെയ്താലേ പറ്റുള്ളൂ. ഇന്ന് എനിക്ക് ഇതിനെ ഇറക്കി വിട്ടിട്ടേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, പോകുന്നുള്ളൂ എന്ന് നമുക്കൊന്ന് തീരുമാനിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ശോധന ചെയ്യാം. അല്പസമയം, ഒരു 5 മിനിറ്റും കൂടെ ഞാൻ എടുക്കുന്നുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതൊന്ന് എക്സർസൈസ് ചെയ്തിട്ട്, ജീവൻ കൂട്ടായ്മയാണ് ലൈഫ് ഫെലോഷിപ്പ് എങ്കിൽ, ജീവൻ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ അടുത്ത ആഴ്ചയും കയറി വരുന്നത് എങ്കിൽ, ഇതിൻ്റെ ഉത്തരവാദിത്വം, ഇതിൽ ജീവൻ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പാസ്റ്റർമാർക്കോ എൽഡർമാർക്കോ ആർക്കുമല്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? നമുക്ക് ഓരോരുത്തർക്കുമാണെങ്കിൽ നമ്മൾ അതൊന്ന് എക്സർസൈസ് ചെയ്തിട്ട് തന്നെ പോകാവൂ. നമ്മളൊന്ന് ശോധന ചെയ്യണം. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും വ്യക്തിയോട് കയ്പായിട്ടോ അവനോട് മരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? അവനോട് വേർപെടുന്നുണ്ടോ? അപ്പോൾ വേർപെടലുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് ഞാൻ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിൽ മരണമാണ്. മരണം എന്ന് പറഞ്ഞാൽ പാപമാണെങ്കിൽ, പാപമാണ് മരണത്തിൻ്റെ കാരണമെങ്കിൽ, പാപം എന്നിൽ വസിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിയെ ഞാൻ വെറുക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. പാപി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം, കർത്താവാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ആ വെറുപ്പ്, ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള വെറുപ്പ്, ആ വ്യക്തിയെ നമ്മൾ റിലീസ് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നിന്ന് അവനെ കെട്ടഴിച്ചു വിടണം.
നമ്മൾ കെട്ടിവച്ചിരിക്കുന്ന വ്യക്തിയെ, നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന പാപത്തെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യണം. ഏതെങ്കിലും ഒരു വ്യക്തിയെ നിമിത്തം നിങ്ങളുടെ ഉള്ളിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആരെങ്കിലും നിമിത്തം ഹൃദയം അങ്ങനെ കഠിനമായിരിക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ നമ്മളതിനെ റിലീസ് ചെയ്യണം. ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. നമ്മളെ ജീവനിലേക്ക് നടത്തിയത് നമ്മുടെ കർത്താവാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. കർത്താവെ, ഞാൻ വിശുദ്ധനായിരുന്നത് കൊണ്ടല്ല, ഞാൻ വിശുദ്ധനായ ഒരു വ്യക്തിയായിരുന്നുകൊണ്ടല്ല നീ എന്നെ സ്നേഹിച്ചതും ഇത്രയും വലിയ പദവി തന്നതും. ഞാൻ എൻ്റെ നന്മ പ്രവൃത്തികളോ എൻ്റെ കുടുംബത്തിൻ്റെ മഹിമയോ എൻ്റെ സൗന്ദര്യമോ എൻ്റെ പണമോ ഒന്നും കണ്ടിട്ടല്ല എന്നെ നീ വിശുദ്ധൻ എന്ന പേര് വിളിച്ചത്, എന്നെ സ്നേഹിച്ചത്, എന്നെ വിടുവിച്ചത്, നിന്റെ സാന്നിധ്യം തന്നത്, നീ എന്നെ നടത്തുന്നത്, നീ എനിക്ക് വേണ്ടുന്നതൊക്കെയും തന്നത്. നീ കർത്താവെ എന്നെ സ്നേഹിച്ചിട്ടാണ്. ഒരു യോഗ്യതയും ഇല്ലാത്തപ്പോൾ, ഞാൻ 10,000 താലന്ത് കടംപെട്ടപ്പോൾ നീ എനിക്ക് ഇളച്ചു തന്നത് നിന്റെ മഹാകരുണ നിമിത്തമാണ് കർത്താവെ. എന്നോട് 100 താലന്ത് അല്ലെങ്കിൽ വളരെ കുറഞ്ഞൊരു തുക കടംപെട്ടവനോട് ഞാൻ കാണിക്കുന്നത്, അവനെ കൊടുത്തു തീരുവോളം കാരാഗ്രഹത്തിലേക്ക്, എൻ്റെ ഉള്ളിലെ ആ കാരാഗ്രഹത്തിലേക്ക് അവനെ കെട്ടിയിടുകയാണെങ്കിൽ ഞാൻ പാപമാണ് ചെയ്യുന്നത്. അവനെ ഏറ്റവും പുറത്തെ ഇരുട്ടിൽ എറിഞ്ഞു കളയുമെന്നാണ് കർത്താവ് പറയുന്നതെങ്കിൽ, നമുക്കൊന്ന് മടങ്ങി വന്നിട്ട് പറയാം, കർത്താവെ, അവൻ എനിക്ക് തിരിച്ചു തരണ്ട, എന്നെ വേദനിപ്പിച്ചവൻ എന്നെ അനുഗ്രഹിക്കണ്ട, സോറി പറയണ്ട, അവനൊന്നും മടക്കി തരണ്ട, അവനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്യുന്നു. ചിലപ്പോ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിരിക്കും അവൻ മോഷ്ടിച്ചെടുത്തത്, എല്ലാ റൈറ്റും എനിക്കുള്ളതായിരിക്കും അവൻ എടുത്തോണ്ട് പോയത്. യേശുവേ, അതിനുള്ള കൃപ ആ വ്യക്തിയെ ഹൃദയത്തിൽ നിന്ന് റിലീസ് ചെയ്യുവാൻ, ആ വ്യക്തിയെ എൻ്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യുവാൻ, അവനെ കെട്ടഴിച്ചു വിടുവാൻ. കർത്താവ്, എൻ്റെ ഉള്ളിൽ നിന്ന് അവനെ മാറിപ്പോകട്ടെ. കർത്താവ്, എൻ്റെ ഉള്ളിൽ കർത്താവാണ് വേണ്ടത്. എൻ്റെ ഉള്ളിൽ മറ്റൊരു വ്യക്തിക്കിന് സ്ഥാനമില്ല. അവൻ എത്ര വേദന ഉള്ളവനാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയെ നമുക്കൊന്ന് റിലീസ് ചെയ്യാമോ? അവനെ അനുഗ്രഹിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പ്രോസ്പർ ആകട്ടെ, അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, അവൻ നന്മ പ്രാപിക്കട്ടെ, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉള്ളിൽ നിന്ന് അവൻ മാറിപ്പോകട്ടെ കർത്താവെ, അങ്ങ് വസിക്കണം കർത്താവെ. പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റുമോ? അബ്രഹാം, അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേര് പ്രാപിച്ചത് ഇസഹാക്കിന് അവന് വിലയേറിയത് യാഗം കഴിച്ചപ്പോഴാണെങ്കിൽ, യാഗം ചെയ്ത് അവനോട് സഖ്യത പ്രാപിച്ച് സഖിത്വം പ്രാപിക്കുന്ന ഒരു വലിയ ജനതയുടെ കൂട്ടാളികളാണ് നമ്മളെങ്കിൽ, ആ സഭയുടെ അംഗങ്ങളാണെങ്കിൽ നമ്മളും അത് തന്നെ നമ്മൾ എടുക്കുന്നു. ഇതൊരു യാഗമായി സമർപ്പിക്കുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ. ഒരു യാഗമായി നമുക്കൊന്ന് സമർപ്പിക്കാമോ? കർത്താവെ, യാഗമായി എന്നെ സമർപ്പിക്കുന്ന കർത്താവെ, എനിക്ക് വേദന തന്നവർ, എന്നെ ഉപദ്രവിച്ചവർ, എല്ലാ കർത്താവെ റൈറ്റുമുണ്ട്. എനിക്ക് ആ വ്യക്തിയെ വെറുക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ടെങ്കിലും ആ അവകാശത്തെ ഞാൻ കർത്താവെ ഗണ്യമാക്കാതെ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ യാഗപീഠത്തിൽ വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? കഴിയുന്നവർക്കെല്ലാം എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ വേദനയുമായിട്ട് നമ്മളിനി പോകേണ്ട ആവശ്യമില്ല. ഈ ഡിപ്രഷനിൽ നമ്മളിനി ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ നിരാശയിൽ നമ്മൾ ഇനിയും കുടുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടവരാണ്. കർത്താവിൻ്റെ മുഖപ്രകാശം അതിൽ ജീവിക്കേണ്ടവരാണ്. നമ്മൾ സന്തോഷത്തിൽ ജീവിക്കേണ്ടവരാണ്, സമാധാനത്തിൽ ജീവിക്കേണ്ടവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്. തുടർന്ന് അതാണ് നമ്മൾ പറയേണ്ടിയിരുന്നത്. അത് തന്നെ ഞാൻ ഒരു വാക്ക് പറഞ്ഞ്, പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ കർത്താവെ അല്പസമയം വചനം കേട്ട് കർത്താവെ, ആ വചനത്തിൽ നിന്ന് ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ ഞങ്ങൾ കെട്ടിവച്ചിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ വേദനയായിട്ട് ഇന്നും ഇരിക്കുന്ന
ഞങ്ങളെ മുറിപ്പെടുത്തുന്ന വ്യക്തികൾ, കർത്താവെ, എല്ലാം ഞങ്ങളിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്ന, ഞങ്ങളെ നെഗറ്റീവായിട്ട് കാണുന്ന, ഞങ്ങളെ ഉപദ്രവിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾക്കെതിരായിട്ട് ഗൂഢാലോചന ചെയ്യുന്ന, ഞങ്ങളെ കർത്താവ് വേദനിപ്പിക്കുന്ന, കർത്താവെ ഞങ്ങളെ സകല വ്യക്തികളെയും ആ വ്യക്തികളെ സംബന്ധിച്ചുള്ള ചിന്തകൾ പോലും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അവിടുന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഓരോരുത്തരെയും അതിന് കർത്താവെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ സഹായിക്കണമേ, കൃപ തരണമേ, കരുണ കാണിക്കണമേ. അവിടുന്ന് അഭയാചന ചെയ്യുമ്പോൾ കണ്ണുനീരിന് കർത്താവെ അവിടുന്ന് മറികടക്കുന്ന ഒരു കർത്താവല്ലല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിന്റെ മേൽ അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, അവിടുന്ന് കടന്നു വന്ന് ആ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ഇടപെട്ട് കർത്താവെ, അവിടുത്തെ വലിയൊരു കവിഞ്ഞൊഴുക്ക്, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. രൂപാന്തരം പ്രാപിക്കട്ടെ, സ്നേഹമുള്ളവരാകട്ടെ, മരണം നീങ്ങിപ്പോകട്ടെ, ജീവനിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു കർത്താവെ, ജീവൻ പ്രാപിക്കട്ടെ. ഈ വ്യക്തികൾ ഓരോരുത്തരും എല്ലാം മരണത്തിന്റെ അവസ്ഥകളും മാറട്ടെ കർത്താവെ, ജീവനുള്ളവരാകട്ടെ കർത്താവെ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ജീവൻ പ്രാപിച്ചവരായിട്ട് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ, ജീവനുള്ള സാക്ഷികളാകുവാൻ, ജീവന്റെ ദാതാവിന്റെ ഉത്തമ സാക്ഷികളാകുവാനുള്ള ദൈവകൃപ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് പകരുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. അവിടുന്ന് വഴി നടത്തുന്ന ദയക്കായിട്ട് നന്ദി. അങ്ങയുടെ പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം. കർത്താവെ, പത്രോസിനോട് നീ പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ ഇവിടെ അഴിക്കുന്നത് ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ റിലീസ് ചെയ്യുന്ന കർത്താവെ, ചിലതിനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ഞങ്ങളുടെ ഉള്ളിലുള്ള ആ പാപത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ആ കർത്താവ് വേദനയെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. കർത്താവെ, അത് സ്വർഗത്തിലും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു കർത്താവെ. അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന കൃപ തന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.